ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന വർത്തമാനകാലം. മീൻസ് ഐ ഹാവ് ബീൻ ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത്, ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഐ, യു, ദേ, വി എന്നീ 4 സബ്ജക്റ്റുകളോട് കൂടി ഹാവ് ബീൻ പ്ലസ് ING, ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടി ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് വരുന്നത്. അതായത് ആദ്യത്തെ 4 സബ്ജക്റ്റായ ഐ, യു, ദേ, വി എന്നീ 4 സബ്ജക്റ്റുകളോട് കൂടി ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം വരുന്നു. ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം വരുന്നു. അപ്പോൾ ഭൂതകാലത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഡൂയിങ്, ഐയുടെ കൂടെ എന്ത് വരുന്ന പറഞ്ഞത് ഹാവ് പ്ലസ് വെർബ് പ്ലസ് ING. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഡൂയിങ്. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നേ കളിക്കാൻ തുടങ്ങി, എന്നിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് എന്ത് പറയും? ഐ. അതിൻ്റെ കൂടെ എന്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ. കളിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്റ്റഡി. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്റ്റഡി. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? ദ ഹാവ് ബീൻ പ്ലേയിങ്. ദ ഹാവ് ബീൻ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ദ ഹാവ് ബീൻ പ്ലേയിങ്. അവൾ ഡിന്നർ പാചകം ചെയ്യുകയായിരുന്നു. അവൾ ഡിന്നർ. അവൾ എന്നുള്ളതിന് എന്ത് പറയും? ഷീ. ഷീൻ്റെ കൂടെ എന്താണ് വരിക? ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്യുകയായിരുന്നു. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ. അപ്പം അവൻ പാചകം ചെയ്യുകയായിരുന്നു എന്നാണെങ്കിൽ എന്തു പറയാം നമുക്ക്? ഹി ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഹി ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഇനി ഞങ്ങൾ വീട് വൃത്തിയാക്കുകയായിരുന്നു. വി ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ്. വി ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം നമുക്ക്? വി ഹാവ് ബീൻ. വിയുടെ കൂടെ ഹാവ് ബീൻ ആണ് വരിക. വി ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ്. ഇനി അവൾ TV കാണാൻ തുടങ്ങിയിട്ടിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അവൾ TV കാണാൻ തുടങ്ങിയിട്ടിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഷീ ഹാസ് ബീൻ വാച്ചിങ് TV ഫോർ 3 hours. എങ്ങനെ പറയാം നമുക്ക്? അവൾ TV കാണാൻ തുടങ്ങിയിട്ടിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഷീ ഹാസ് ബീൻ വാച്ചിങ് TV ഫോർ 3 hours. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ 2 മണി മുതൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 o'clock. 2 മണി മുതൽ ഞാൻ നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 o'clock. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 o'clock. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതിനെ പറയാനാണ് നമ്മൾ എന്ത് ടെൻസ് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്ലൂരലായ ഐ, യു, ദേ, വി എന്നീ 4 സബ്ജക്റ്റുകളോടുകൂടി ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING, ഹി, ഷീ, ഇറ്റ് എന്നീ 3 സബ്ജക്റ്റുകളോടുകൂടി ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. They have been playing.
അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഡിന്നർ ഉണ്ടാക്കിയായിരുന്നു. അവൾ ഡിന്നർ പാചകം ചെയ്യാൻ എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ. അവർ വീട് വൃത്തിയാക്കുകയായിരുന്നു. ദ ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയായിരുന്നു എങ്ങനെ പറയും? വി ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ്. അവൾ ടി വി കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മണിക്കൂറായി. ഷീ ഹാസ് ബീൻ വാച്ചിങ് ടി വി ഫോർ 3 hours. 2 മണി മുതൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 o'clock. അപ്പോൾ ഐ ഹാവ് ബീൻ ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന, അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിളാണ് ഐ ഹാവ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് കുറച്ച് മുന്നേ തുടങ്ങി, പക്ഷെ ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടെൻസ് പഠിച്ചു? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഈ 4 ടെൻസുകളാണ് വർത്തമാനകാലത്തിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നു എന്നെങ്ങനെ പറയും? ഐ സ്റ്റഡി. ഇന്ന് മുതൽ നമ്മളിപ്പം ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ സ്റ്റഡിങ്. അപ്പോൾ വർത്തമാനകാലത്തിൽ നമ്മൾ പറയുന്ന 4 വിധത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ 4 ടെൻസുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.